ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പം ഇന്ന് ഞങ്ങളിങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയ സമയത്ത് ഇപ്പം നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നപ്പം മഷ്റൂം ഇരിക്കുന്നുണ്ട്. അപ്പം കൂണ് തോരൻ വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കൂണ് തോരൻ വെക്കാനായിട്ട് 2 പാക്കറ്റ്, ഒരു വലിയ പാക്കറ്റ് ഒരു ചെറിയ പാക്കറ്റും മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഒരുക്കിയെടുക്കുവാണ്. ഞാൻ അതിൻ്റെ മുകളിലത്തെ ആ ലെയറങ്ങ് പൊളിച്ച് കളയും. അപ്പോൾ അതൊക്കെ പൊളിച്ച് കളഞ്ഞ് നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ട് പിന്നെ ഒന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞ ശേഷം പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ എണ്ണ ചൂടായ ശേഷം നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് അങ്ങനെ പൊട്ടിക്കൊണ്ടുണ്ട്. പൊട്ടിക്കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ലാർജ് സവോള, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, കറിവേപ്പില അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊരു ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം ഇതൊരുവിധം ഒക്കെ വഴറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഒരു 2 പത്തൽമുളകും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുവാണ്. അത് വിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്ന ഒന്നും കൂടെ. അതിനുശേഷം നമ്മൾ വാഷ് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. ഇതിപ്പം നമുക്ക് വേണമെങ്കിൽ മഷ്റൂം അതിലേക്ക് തേങ്ങ ഒക്കെ ഇട്ട് നമുക്ക് തോരൻ വെക്കാൻ എല്ലാം ഒന്നിച്ചിട്ടിട്ട് കടുക് പൊട്ടിച്ച് അങ്ങനെയും തോരൻ വെക്കാൻ വേണമെങ്കിൽ. പക്ഷേ എനിക്കിങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് അതിൻ്റെ അകത്ത് വെള്ളം പോയി കഴിഞ്ഞ ശേഷം തേങ്ങ ഒക്കെ ഇടുന്നതാണ് ഇഷ്ടം. അപ്പം അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂം തോരനാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പണ്ടൊക്കെ കല്യാണത്തിനൊക്കെ നമ്മൾ ചെല്ലുമ്പം മോസ്റ്റ്ലി എല്ലായിടത്തും ഊണായിരിക്കുമല്ലോ. അപ്പോൾ ആ ഊണിനുള്ള തോരൻ എന്ന് പറയുന്നത് അത് തേങ്ങയൊക്കെ നല്ലപോലെ അരച്ചെടുത്തതാണ്. സാധാരണ നമുക്ക് തോരൻ ഉണ്ടാക്കുമ്പം തേങ്ങ നമുക്കതിലേക്ക് അരയ്ക്കാതെ തന്നെ ഇട്ടും തോരൻ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ ഇപ്പോൾ എടുത്തിട്ടുണ്ട്, നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് ഒരു 3 പിഞ്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. ഇനി മിക്സിയുടെ ജാർ നമ്മൾ അടച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ഇങ്ങനെയാണ്. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് അരച്ചിട്ടില്ല. മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമുക്ക് പൾസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. 2-3 പ്രാവശ്യം പൾസ് ചെയ്താലും മതി. നമ്മൾ കല്ലിലൊക്കെ അരയ്ക്കുവാണെങ്കിൽ ഒതുക്കിയെടുക്കാമെന്ന് പറയും. അപ്പോൾ അതുപോലെ ഒന്ന് അരച്ചെടുത്ത ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ പാത്രത്തിനകത്ത് നമ്മളിങ്ങനെ നോക്കുമ്പം മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ വറ്റിയതായിട്ട് കാണണം. ആ സമയത്താണ് ഈ തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു ഇതും കൂടെ വരുമ്പം കുഴഞ്ഞിരിക്കും. അപ്പോൾ ഇപ്പം കറക്റ്റാണ്. അതിനകത്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് തേങ്ങ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്നപ്പം നിങ്ങൾക്ക് കാണാൻ അതിനകത്ത് വെള്ളമൊന്നുമില്ല. നല്ല രുചിയുള്ള ഒരു കൂണ് തോരനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.